ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖന പഠന ക്ലാസ്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. നമ്മൾ ദൈവം അല്ലെങ്കിൽ യേശു സഭയിൽ കൃപാവരങ്ങളെ കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അതിന് 3 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ദ പെർഫെക്റ്റിംഗ് ഓഫ് സെയിൻസ്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം. 2, അൺ ടു ദ വർക്ക് ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ വേലയ്ക്കായിട്ട്. 3, അൺ ടു ദ ബിൽഡിംഗ് അപ്പ് ഓഫ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, എഡിഫിക്കേഷൻ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്ക്. അപ്പോൾ ഈ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഈ കൃപാവര ശുശ്രൂഷകൾ എപ്പോൾ വരെ നടക്കണം, അല്ലെങ്കിൽ ഏതുവരെയാണ് ഇത് സഭയിൽ നടക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊന്ന് നമ്മൾ പറഞ്ഞു, ഒന്ന് എന്താണ്, എല്ലാവരും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത പ്രാപിക്കണം. അതാണ് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് യേശു ആരാണ്, യേശു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പം ആ ഒരു യേശുവിനെക്കുറിച്ചുള്ള ഈ അറിവിൻ്റെ ഐക്യതയിലേക്ക് നടത്താനായിട്ടാണ് ഒന്നാമത് ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടത്. ഇനി അടുത്ത 12-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. അപ്പം അടുത്തിന് 2 കാര്യങ്ങളൂടെ നമുക്കുണ്ടാകേണ്ടത്. ഒന്ന്, തികഞ്ഞ പുരുഷത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ടിൽ വി ബിക്കം എ ഫുൾ ഗ്രോൺ മാൻ, അതായത് നമ്മുടെ വളർച്ചയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂർണ്ണ വളർച്ച എത്തിയ ഒരു വ്യക്തി എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഫിസിക്കൽ മെച്യൂരിറ്റി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഭൗതികമായിട്ട് പൂർണ്ണ വളർച്ച എത്തുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ്, ആത്മീക പക്വതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മീകമായിട്ട് പൂർണ്ണ വളർച്ചയെത്തി പക്വതയിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ കൃപാവരങ്ങൾ ദൈവം സഭയിൽ നൽകിയിരിക്കുന്നതിൻ്റെ 2ാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വിശ്വാസികൾ ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി എത്തിച്ചേരാനായിട്ട്, ഒരു ആത്മീക പക്വത എത്തിച്ചേരാനായിട്ട് അവർക്ക് കഴിയണം എന്നുള്ളതാണ്. ആ തികഞ്ഞ പുരുഷത്വം, ആ തികഞ്ഞ മെച്യൂരിറ്റി, പക്വത അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പം 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കുവിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. പറയാം, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, ബുദ്ധിയിൽ ഇമ്മച്വർ ആകരുത്. ചിലരൊക്കെ പറയാറുണ്ട്, ഈ യേശുവിൽ അല്ലെങ്കിൽ ബൈബിളിൽ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് വിശ്വസിക്കേണ്ടത് എന്ന്. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. ഈ ചില കാർട്ടൂണുകളിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ തലയൊക്കെ ഓപ്പൺ ചെയ്ത് ബ്രെയിൻ എടുത്ത് മാറ്റി വെച്ചിട്ട് എങ്കിലേ റിലീജിയനിൽ, മതത്തിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ബാക്കി മതങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, ഞാനതിനെക്കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. എന്നാൽ യേശുവിൽ വിശ്വസിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ പറയുന്നത് ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് എന്നാണ് പറയുന്നത്.
ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലോജിക് അല്ലെങ്കിൽ റീസണിങ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വരദാനമാണത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു കഴിവാണ്. സോ വി ഷുഡ് യൂസ് ഇറ്റ്. നമ്മളത് ഉപയോഗിക്കണം. ഒരിക്കലും അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകരുത്. ഞാൻ പലപ്പോഴും പലരെയും കാണാറുണ്ട്, ഭയങ്കര അന്ധവിശ്വാസത്തിൽ കിടക്കുന്ന വിശ്വാസികളെ ഞാൻ കാണാറുണ്ട്. ഉദാഹരണത്തിന് കൂടോത്രം, ക്ഷുദ്രം, കൈവശം, പിശാച് ബാധ, ഇങ്ങനത്തെ പ്രേത ഭൂത അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെന്താണ് പോരാട്ടം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫെസ്ലേൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ എന്താണ് പോരാട്ടം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാണും. എന്നാൽ അതല്ലാതെ രോഗം വരുന്നത് പോരാട്ടം, അല്ലെങ്കിൽ പിശാച് വന്നിട്ടിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നു, അവിടെ ഇവിടെയും തട്ടി ശബ്ദം ഉണ്ടാക്കുന്നു, രാത്രി ഇങ്ങനെ പല രൂപം കാണിക്കും, ഇങ്ങനത്തെയൊക്കെ പല അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തി ജീവിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നത് നമ്മൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. അന്ധവിശ്വാസങ്ങൾക്കല്ല നമ്മൾ അടിസ്ഥാനം കൊടുക്കേണ്ടത്. ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കുക. തിന്മയിൽ എപ്പോഴും മെച്ചുറാകാനായിട്ട് നോക്കരുത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകൾ, നമ്മുടെ മെച്യൂരിറ്റി, നമ്മളുടെ ടാലൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് തിന്മയ്ക്കായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മളോടൊരാൾ എന്തെങ്കിലും നമുക്കെതിരായിട്ട് ചെയ്താൽ അയാൾക്ക് എങ്ങനെ പണി കൊടുക്കാം, അയാളോട് എങ്ങനെ പ്രതികാരം ചെയ്യാം, അയാൾക്കിട്ട് എങ്ങനെ ഒരു പണി കൊടുക്കാം, അതിനൊക്കെ വളരെ ബുദ്ധിപൂർവമായിട്ട് കരുക്കൾ നീക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിൾ പറയുന്നു തിന്മയ്ക്ക് നിങ്ങൾ എന്തായിരിക്കണം, ശിശുക്കളായിരിക്കണം. അതിന് മെച്ചൂരിറ്റിയിലേക്ക് പോരുതെങ്കിൽ ബുദ്ധിയിൽ എന്ത് ചെയ്യണം, മെച്ചുറായിരിക്കണം. അപ്പോൾ ഈ കൃപാവര ശുശ്രൂഷകളിലൂടെ ഒരിക്കലും ഈ അന്ധവിശ്വാസങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ബുദ്ധിയിൽ അവർ മുതിർന്നവരായിട്ട് വരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ നിരാശാജനകവും വേദനാജനകവും എന്ന് പറയട്ടെ, ഇന്ന് പല കൃപാവര ശുശ്രൂഷകളിലൂടെയും അല്ലെങ്കിൽ കൃപാവര ശുശ്രൂഷകൾ ചെയ്യുന്നു എന്ന് പറയുന്ന പലരും ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്ത പല അന്ധവിശ്വാസങ്ങളെയും പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഞാനവിടെ ഇല്ലായിരുന്നു, എൻ്റെ 2 പെങ്ങന്മാരും എൻ്റെ ഫാദറും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ ഈ ഭയങ്കര പ്രവാചകന്മാരുടെയൊക്കെ ഭയങ്കര അഡിക്റ്റായിരുന്നു. അപ്പോൾ ഒരിക്കൽ എൻ്റെ പെങ്ങന്മാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു പ്രവാചകൻ എന്നും പറഞ്ഞ ഒരാളിങ്ങനെ സ്ഥിരം വരുന്നുണ്ട്, ഒന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, നീ ഒരു ദിവസം ഒന്ന് വരാമോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ആ പ്രവാചകൻ വരുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് തലേദിവസം ഞാൻ അവിടെ ചെന്നു. അപ്പോൾ പിറ്റേ ദിവസം പ്രവാചകൻ വരേണ്ട വീട്ടിലൊരു പ്രാർത്ഥനയൊക്കെ ആയിട്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളും പ്രവാചകനും മാത്രം. അപ്പം പ്രാർത്ഥനയൊക്കെ വെച്ച് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകനൊക്കെ വന്നു, പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പം ഞാൻ ഈ വിശ്വാസത്തിലേക്കൊക്കെ വന്നത് കൊണ്ട് എൻ്റെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റിബൽ എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം എന്നെക്കുറിച്ച് കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാനതിനൊക്കെ ലോജിക്കലായിട്ടുള്ള മറുപടികൾ ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞത് അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, കഴിഞ്ഞ പ്രാവശ്യം കണ്ട് അദ്ദേഹം അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ അവിടെ താമസിക്കുന്നവരെന്തോ കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥന തൽക്കാലം ഇവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു തൂമ്പ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. പറഞ്ഞു, നമുക്കത് പോയിട്ട് ആദ്യം കുഴിച്ചെടുക്കാം, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. ഞാൻ വിടുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി അവസാനം പറഞ്ഞു, അത് ഞാൻ പറഞ്ഞത് പണ്ടെങ്ങാണ്ട് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാന്തിയാ കിട്ടില്ല മോനെ എന്നുള്ള രീതിയിൽ. ഉടനെ എൻ്റെ ഫാദർ എന്തോ ദൈവാധീനം കൊണ്ട് പറഞ്ഞു, ബ്രദർ അങ്ങനെയല്ല പറഞ്ഞത്, ഈ അടുത്ത ദിവസം കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അതും പുള്ളിക്കൊന്നും രക്ഷപ്പെടാൻ മേലായി. ഞാൻ തൂമ്പ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളത് കുഴിച്ചെടുക്കാതെ ഇനി ഇവിടെ പ്രാർത്ഥന നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അപ്പനെയും പെങ്ങന്മാരെയും ഇയാളെയും ബലമായിട്ട് ഞാൻ തൂമ്പയും എടുത്ത് കൂട്ടി അവിടെ കൊണ്ടുപോയി അയാൾക്ക് സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞു. അയാൾ കാണിച്ചു തന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞപ്പം അവിടെ അല്ലെങ്കിൽ ഒരു 10 കൊല്ലമായിട്ട് അവിടെ കുത്തി കളച്ചിൻ്റെ പാടൊന്നുമില്ല. ഞാൻ തൂമ്പ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സാർ അത് കിളച്ച സാധനം എടുക്കാൻ പറഞ്ഞു. പുള്ളി വിയർക്കാൻ തുടങ്ങി. അവസാനം പുള്ളി ഒരു കണക്കിന് എന്തൊക്കെയൊക്കെ പറഞ്ഞു. അവസാനം എനിക്കും വിഷമം തോന്നി, പാവം തോന്നിയിട്ട് ഞാനത് വിട്ട് ആ പ്രാർത്ഥന അതോടെ അവസാനിച്ചു. എന്നിട്ട്
ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പുള്ളിയെ വിളിച്ച് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പുള്ളിയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വീട്ടിൽ വരാം, പക്ഷേ ഇതുപോലത്തെ ഉടായ്പുമായിട്ട് ഇനി വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് പലരും കൃപാവര ശുശ്രൂഷകൾ ചെയ്യുന്നു എന്ന് പറയുന്ന പലരും ഇതുപോലെ അന്ധവിശ്വാസങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതല്ല. ബുദ്ധിയിൽ, ആത്മീയതയിൽ മെച്ചുറാകണം. അതിനാണ് കൃപാവര ശുശ്രൂഷകൾ ദൈവം സഭയിൽ തന്നിരിക്കുന്നത്, മറക്കരുത്. ഇനി നമ്മൾ കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊലോസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവന പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പം ഏത് മനുഷ്യനെയും തികഞ്ഞവനായി, പെർഫെക്റ്റായി, മെച്ചുറായിട്ട് നിർത്തേണ്ടതിന്, പക്വതയുള്ളവരായിട്ട് നിർത്തേണ്ടതിന് പൗലോസ് എന്താ ചെയ്യുന്നത്? അവനെ ഞങ്ങൾ അറിയിക്കുന്നു. ആരെ അറിയിക്കുന്നു? യേശുവിനെ അറിയിക്കുന്നു. അപ്പം യേശുവിനെ കൂടുതൽ അറിയുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആത്മീക പക്വതയിലേക്ക് വളരുന്നത്. അപ്പം ഈ കൃപാവര ശുശ്രൂഷകളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൗത്യമെന്ന് പറയുന്നത് വിശ്വാസികൾ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത അതേ കാര്യമാണ്. അങ്ങനെ അവർ ആ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നതിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? തികഞ്ഞവരായിട്ട്, മെച്ചുറായിട്ട് മാറേണ്ടത്. അല്ലാതെ കൂടോത്രവും ക്ഷുദ്രവും പറഞ്ഞിട്ടല്ല മെച്ചുറിറ്റി കൈവരിക്കുന്നത്, മറക്കരുത്. അപ്പം അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. സോ എക്സോർട്ടേഷൻ ആൻഡ് ടീച്ചിങ്, എൻകറേജിങ് ആൻഡ് ടീച്ചിങ്. എന്താണ്? പൗലോസ് അവരെ പഠിപ്പിക്കുന്നു, അവരെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിന്? മെച്യൂരിറ്റിയിലേക്ക് വരാനായിട്ട്. അവരെ എങ്ങനെയാണ് വരേണ്ടത് എന്ന് യേശുവിനെ അവരിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നതിലൂടെ മെച്യൂരിറ്റി എന്താണ്, എങ്ങനെയാണ് അവർ മെച്യൂരിറ്റിയിലേക്ക് വരേണ്ടത്, പക്വതയിലേക്ക് വരേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുകയും ആ പക്വതയിലേക്ക് വരാനായിട്ട് അവരെ പ്രബോധിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ആ മെച്യൂരിറ്റി, പ്രായത്തിൻ്റെ അളവ്, തികഞ്ഞ പുരുഷത്വം, അത് പ്രാപിക്കുന്നത്, സ്പിരിച്വൽ മെച്യൂരിറ്റി, ആത്മീക പക്വത പ്രാപിക്കുന്നത് ക്രിസ്തുവിനെ അറിയുന്നതിലൂടെയും ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിലൂടെയുമാണ് അത് സാധ്യമാകുന്നത് എന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇനി എബ്രായലേഖന കർത്താവ് ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 6:1 അതുകൊണ്ട് നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിച്ച എങ്ങനെയാണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം. അതായത് സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അത് മാത്രമായിരിക്കരുത്. അത് വിട്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. 5:12 പറയുക, കാലം നോക്കിയാൽ
ഇപ്പം നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ് ആയിരിക്കേണ്ടവരെ നോക്കിക്കാൻ. നമ്മളൊക്കെ വിശ്വാസത്തിൽ കൊണ്ട് എത്ര വർഷങ്ങളായി. ഇത്രയും വർഷങ്ങൾ കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ബൈബിൾ ടീച്ചേഴ്സ് ആകേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മൾ ആദ്യ പാഠങ്ങളിൽ മാത്രം നിൽക്കുകയാണ്. അതുകൊണ്ട് വചനം നമ്മൾ പഠിക്കാത്തത് കൊണ്ട്, ദൈവവചനം നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് പ്രായത്തിൻ്റെ ആ പക്വതയിലേക്ക്, മെച്യൂരിറ്റിയിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ഇന്നും നമ്മൾ കൂടോത്രവും ഭൂതവും പിശാചും പ്രേതവും പോരാട്ടവും ഒക്കെ പറഞ്ഞ് നടക്കുക. ദൈവവചനം നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ പക്വതയിലേക്ക് വരാൻ പറ്റുന്നില്ല. പറയാ, നിങ്ങൾക്കിപ്പോഴും കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലാണ് വേണ്ടത്, അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെയൊക്കെ സഭകളിൽ ഒരു ആവറേജ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം എങ്ങനെയായിരിക്കും? ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, ഇന്ന് നിന്റെ വിടുതല. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, 40 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം വരുന്ന പ്രവാചകൻ പറയും ഇന്ന് നിന്റെ വിടുതലിൻ്റെ ദിവസം. പിറ്റേന്ന് വരുന്നയാളും പറയും ഇന്നാ നിന്റെ വിടുതലിൻ്റെ ദിവസം. അല്ല, 40 ദിവസവും 40 പേരും പറയും ഇന്നാ നിന്റെ വിടുതലിൻ്റെ ദിവസം. ഇതിലെന്നാ വിടുതൽ? അപ്പൊ ഇത് മാത്രം ഇങ്ങനെ കെട്ടി, പാല് മാത്രം കുടിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോഴും വളരുന്നില്ല, വളർച്ച പ്രാപിക്കുന്നില്ല. കൃപാവരം എന്നും പറഞ്ഞിട്ട് ഇതാ ഇന്ന് സഭകൾക്കകത്ത് കൊണ്ട് കൊട്ടുന്നത്. എന്താ? ഇന്ന് നിന്റെ വിടുതലാണ്, ഇന്ന് പിശാചിന്റെ കെട്ടഴിയും ദിവസം. ഇതാ കൃപാവരം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊട്ടുന്നത്. ഇതല്ല കൃപാവരം. കൃപാവരം അവനെ വചനത്തിൽ വളർത്തുന്നതാണ്, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവനെ വളർത്തുന്നതാണ്, ആത്മീക പക്വതയിലേക്ക് അവനെ നടത്തുന്നതാണ്. അതാണ് കൃപാവരം. അപ്പം കട്ടിയായുള്ള ആഹാരമല്ല, പാൽ എത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനല്ല, നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാണ്. ഇന്ന് ഈ പോരാട്ടവും കൂടോത്രവും പറഞ്ഞാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമുക്ക് വചനത്തിൽ പരിചയമില്ല. അവൻ ശിശുവാണ്, അവൻ മെച്ചൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ആദ്യ പാഠങ്ങളൊക്കെ വിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ദൈവസഭയിൽ ഈ കൃപാവരങ്ങൾ തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കൃപാവരങ്ങൾ എവിടം വരെ ചെല്ലണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. എങ്ങനെയാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിക്കുക? ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ, ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിലൂടെ. മറക്കരുത്. അപ്പം കൃപാവരങ്ങളുടെ ഉദ്ദേശം ക്രിസ്തുവിനെ കൂടുതൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ കൂടോത്രത്തിൽ നിന്ന് വിടുതലും രോഗത്തിൽ നിന്നുള്ള വിടുതലും അതൊന്നുമല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. മറക്കരുത്. അതിനെവിടെ ഇന്ന് കൃപാവരക്കാർക്കൊക്കെ ക്രിസ്തുവിനെയല്ലോ അവനവനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനല്ലേ ആൾക്കാരൊക്കെ ഓടി നടക്കുന്നത്. സ്റ്റേജ് പിടിക്കാനും അവനവനെ പ്രൊജക്റ്റ് ചെയ്യാനും അവനവൻ്റെ പ്രസ്ഥാനത്തെ പ്രൊജക്റ്റ് ചെയ്യാനും ഒക്കെയല്ലേ നടക്കുന്നത്. അല്ലേ? ഓരോരുത്തർ സാക്ഷ്യം പറയിക്കുന്ന തന്നെ കേട്ടിട്ടില്ലേ? ഞാൻ പലയിടത്തും പോയി പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, ഈ പാസ്റ്റടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് മാറിയത്. അപ്പോൾ അപ്പുറത്തുള്ള യേശു അല്ലേ ഇപ്പുറത്ത്? അതോ യേശുവിന് അവിടെയുള്ള പാസ്റ്ററേക്കാൾ പേടി ഇവിടെയുള്ള പാസ്റ്ററാണോ? ഇയാൾ പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കും, അയാൾ പറഞ്ഞാൽ കേൾക്കില്ല, ഇയാളെ കൂടുതൽ പേടിയാണോ? എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. അപ്പം വചനം ഗ്രഹിച്ച് വചനത്തിലെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നതിലൂടെ ആത്മീക പക്വതയിലേക്ക് വളരുക എന്നുള്ളതാണ് കൃപാവരങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സഭയ്ക്കകത്ത് അതാ സംഭവിക്കേണ്ടത്. ഇനി രണ്ടാമത് അവിടെ പറഞ്ഞപ്പം തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും. അപ്പോൾ നമ്മളെപ്പോൾ വരെ? നമ്മൾ അൺടു ദ മെഷർ ഓഫ് സ്റ്റാച്ചർ ഓഫ് ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പൂർണ്ണത നമ്മൾ അറ്റൈൻ ചെയ്യുന്നതുവരെ, അല്ലേ? ക്രിസ്തുവിൻ്റെ പൂർണ്ണത നമ്മൾ അറ്റൈൻ ചെയ്യുന്നവരെ, അത് നേടിയെടുക്കുന്നവരെ. അതാണ് ക്രിസ്തുവിൻ്റെ പൂർണ്ണത നമ്മൾ നേടിയെടുക്കുന്നതിലൂടെ.
ദൈവങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ ഉദ്ദേശം അതിൻ്റെ 15-ാം വാക്യം 4-ാമത്തെ എഫേസ്യ ലേഖനം 4-ന്റെ തന്നെ 15-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഇന്ന് താഴേക്ക് വരുമ്പോൾ ആ വാക്യം വിശദീകരിക്കാം. അപ്പം ക്രിസ്തു എന്ന തലയോളം വളരുക, അത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുക. അപ്പം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുക, ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും വചനത്തിലുള്ള പരിജ്ഞാനത്താലും സ്പിരിച്വൽ മെച്ചൂരിറ്റി, ആത്മീക പക്വത പ്രാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സമ്പൂർണതയോളം എത്തിച്ചേരുക, ക്രിസ്തുവിനെ പോലെയാകുക, ക്രിസ്തുവിനെ പോലെയാകുക. അതാണ് കൃപാവരങ്ങളുടെ ലക്ഷ്യം. അപ്പം ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം, അല്ലേ? അതെ. നമുക്ക് കൊലോസ് ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. കൊലോസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം എന്താ പറയുന്നത്? അവനിൽ സർവസമ്പൂർണതയും വസിക്കുവാനും അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പോൾ പിതാവിന് പ്രസാദം തോന്നിയത് സർവസമ്പൂർണതയും എവിടെ വസിക്കാനാണ്? ക്രിസ്തുവിൽ വസിക്കാനാണ്. അപ്പം ക്രിസ്തുവിലാണ് സർവസമ്പൂർണതയും വസിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ സമ്പൂർണത നമ്മളും എന്ത് ചെയ്യണം? അറ്റൈൻ ചെയ്യണം. അതാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ പോലെയാകണം, യേശുവിനെ പോലെയാകണം. അതാണ് ആത്മീക പക്വത എന്ന് പറയുന്നത്. ആത്മീക പക്വത എന്ന് പറയുന്നത് യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. വേറെ അർത്ഥം അതിന് കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അതാണ് ആത്മീക പക്വത. കാരണം ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം. കാരണം അവനിലാണ് സർവ സമ്പൂർണതയും വസിക്കുന്നത്. അതാണ് പക്വതയുടെ അളവ്. ഇനി കൊലോസ് ലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരില്ലേ? ക്രിസ്തുവിൽ. അപ്പം സമ്പൂർണത, ഫുൾനെസ് എവിടെയാണുള്ളത്? ക്രിസ്തുവിലാണ് വസിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമ്മളത് തന്നെയാണ് വായിച്ചത്. അവനിൽ സർവസമ്പൂർണതയും വസിക്കുവാൻ. 2-ന്റെ 9. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ആ പെർഫെക്ഷൻ എവിടെയാണുള്ളത്? ക്രിസ്തുവിലാണ്. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആവുക എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ മെച്യൂരിറ്റി. അതാണ് ആത്മീക പക്വത എന്ന് പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ തന്നെ 3-ാം വാക്യം എന്താ പറയുന്നത്? അവനിൽ, ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സർവസമ്പൂർണത അവനിലാണ്, സർവസമ്പൂർണതയും അവനിലാണ്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിൻ്റെ അളവ് നമ്മൾ പ്രാപിക്കുക, ആ ക്രിസ്തുവിൻ്റെ പ്രായം നമ്മൾ പ്രാപിക്കുക, ആ ക്രിസ്തുവിൻ്റെ മെച്യൂരിറ്റി നമ്മൾ പ്രാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. കൃപാവരങ്ങൾ ദൈവം സഭയിൽ തന്നിരിക്കുന്നത് ഇതിനാണ്. മറക്കരുത്. അല്ലാതെ വരുന്ന രോഗികളുടെ മുഴുവൻ രോഗം സൗഖ്യമാക്കാനല്ല, വരുന്നവരോട് മുഴുവൻ ഭാവി പറയുന്ന ജ്യോത്സ്യനാകാനല്ല, വരുന്നവരുടെ മുമ്പിൽ ഗിമ്മിക്കുകൾ കാട്ടി അവരെ അത്ഭുത പരതന്ത്രരാക്കാനല്ല. അവർ യേശുവിനെ പോലെയുള്ളവരായി മാറ്റപ്പെടുവാനാണ് കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവർ യേശുവിൻ്റെ മെച്യൂരിറ്റി പ്രാപിക്കുവാൻ, യേശുവിനെ പോലെ ആത്മീക പക്വത പ്രാപിക്കുവാൻ. അതാണ്. ഇനി എഫെസ് ലേഖനം 1:23 നമ്മൾ നേരത്തെ ചിന്തിച്ച് വിട്ട വാക്യമാണത്. അതൊന്നുകൂടെ ഒന്ന് വായിക്കണം നമുക്ക്. 1:23 അവിടെ പറയുക, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
നമ്മളത് വിശദമായിട്ട് ചിന്തിച്ചാണ്. ഞാനവിടെ ഒരു കാര്യം മാത്രം പറയാം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ അത് ദൈവമാണ്. അവൻ്റെ നിറവാണെന്ത്? സഭ. അവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭ. അപ്പോൾ സഭ എന്ന് പറയുന്നത് ആ എല്ലാറ്റിനെയും നിറയ്ക്കുന്നവൻ്റെ നിറവാണെന്ത്? സഭ. ആ നിറവിലേക്ക് സഭയിലെ ഓരോ അംഗങ്ങളും എത്തുക എന്നുള്ളതാണ്. നിങ്ങൾ രോഗികളായിരിക്കുന്നത് പ്രശ്നമല്ല. നിങ്ങൾക്ക് കടഭാരമുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമല്ല. നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ അതൊരു വലിയ വിഷയമല്ല. പക്ഷേ നിങ്ങൾ യേശുവിനെ പോലെ ആയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം സഭ യേശുവിനെ പോലെ ആകുന്നവരുടെ കൂട്ടമാണ് സഭ. കാരണം അവൻ സകലവും നിറയ്ക്കുന്നവൻ്റെ നിറവാണ് സഭ. ദാറ്റ് ഫുൾനെസ്, ആ നിറവ് എവിടെയുണ്ട്? സഭയ്ക്കകത്തുണ്ട്. അല്ലേ? കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യു ആർ മെച്യൂർ ഇൻ ക്രൈസ്റ്റ്. സഭയെ നോക്കി പൗലോസ് പറയും, യു ആർ മെച്യൂർ ഇൻ ക്രൈസ്റ്റ്. അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇത് പറയാനായിട്ട് കഴിയുമോ? നമ്മുടെ സഭയിൽ പ്രവചനത്തിന് കുറവില്ല, രോഗശാന്തിക്ക് കുറവില്ല, വീര്യപ്രവൃത്തികൾക്ക് കുറവില്ല, അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും കുറവില്ല, പ്രസംഗങ്ങൾക്ക് കുറവില്ല, പാട്ടിന് കുറവില്ല. എന്നാൽ വിശ്വാസികൾ, സഭയിലെ അംഗങ്ങൾ യേശുവിനെ പോലെ ആകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും, നമ്മുടെ കൃപാവരങ്ങളൊക്കെ വെറും പരാജയമാണെന്ന്. കാരണം കൃപാവരങ്ങളുടെ ഉദ്ദേശം ഗിമ്മിക്കുകൾ കാണിച്ച് ജനത്തെ അത്ഭുതപ്പെടുത്താനോ, നിങ്ങളുടെ സഭയെ ഉയർത്തി കാണിക്കാനോ, നിങ്ങളെ തന്നെ ഉയർത്തി കാണിക്കാനോ, സ്റ്റേജുകൾ പിടിക്കാനോ, പണമുണ്ടാക്കാനോ, പ്രശസ്തി നേടാനോ അല്ല കൃപാവരങ്ങൾ. കൃപാവരങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ജനത്തെ യേശുവിനോട് അനുരൂപരാക്കാനാണ്. അത് നടക്കുന്നില്ലെങ്കിൽ, നിങ്ങളിലൂടെ ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യമാകുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ നിഴൽ തട്ടിയാൽ പോലും രോഗികൾ സൗഖ്യമാകുന്നുണ്ടെങ്കിലും, എനിക്ക് പറയേണ്ടി വരും നമ്മളൊരു പരാജയമാണെന്ന്. കാരണം ഉദ്ദേശം നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം സഭയ്ക്കകത്ത് കൃപാവരങ്ങൾ തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അത് ജനത്തെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കണം എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് കൊണ്ടുവന്ന് എത്തിക്കേണ്ടത്. തന്നിരിക്കുന്നത് പെർഫെക്റ്റിംഗ് ഓഫ് സെയിൻസിന് വേണ്ടിയിട്ടാണ്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിന് വേണ്ടിയിട്ടാണ്, അൺ ടു ദ വർക്ക് ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ വേലയ്ക്കായിട്ടാണ്, അൺ ടു ദ എഡിഫിക്കേഷൻ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കാണ്. ഇത് നടക്കുന്നതിലൂടെ വിശ്വാസികൾ എവിടെ എത്തണം? യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വിശ്വാസത്തിലുമുള്ള ഐക്യത അവർ പ്രാപിക്കണം. 2, സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിക്കണം. 3, ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. ക്രിസ്തു എന്ന തലയോളം വളരണം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, കൃപാവരങ്ങൾ നീ എപ്പോൾ കാനഡയ്ക്ക് പോകുമെന്നോ പറയാനോ, നിന്റെ പാസ്പോർട്ടിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്യാനോ അല്ല കൃപാവരങ്ങൾ. അല്ലെങ്കിൽ നിന്റെ രോഗം മാറ്റാനോ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതൽ നൽകാനോ അല്ല കൃപാവരങ്ങൾ. സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ, ഞാനതിനെതിരല്ല. പക്ഷെ കൃപാവരങ്ങൾ അതിനല്ല. കൃപാവരങ്ങൾ തന്നിരിക്കുന്നത് വിശ്വാസികൾ യേശുവിനെ പോലെയുള്ളവരായിത്തീരേണ്ടതിനാണ്. ആ ആത്മീക പക്വത പ്രാപിക്കേണ്ടതിനാണ്.
അത് നടക്കുന്നുണ്ടോ? അതൊന്ന് ചിന്തിക്കണം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇരിക്കാൻ പോലും നേരമില്ലാത്ത രീതിയിൽ ഭയങ്കര തിരക്കുള്ള കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇതിലൂടെ നമ്മുടെ മുമ്പിലിരിക്കുന്നവർ യേശുവിനെ പോലെ ആകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ ഇത് മുഴുവൻ കത്തിച്ചാമ്പലായി പോകും, നിലനിൽക്കത്തില്ല. ഞാൻ പറയുന്നത്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ വിശ്വസ്തയോടെ നമുക്ക് ഉപയോഗിക്കാം, വിശ്വസ്തയോടെ അത് നമുക്ക് ചെയ്യാം. എന്തിനാണോ ദൈവം അത് നമുക്ക് നൽകിയത് അത് നിറവേറ്റപ്പെടാനായിട്ട് ആ കൃപാവരങ്ങളിൽ വിശ്വസ്തരായി നമുക്കായിരിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഞങ്ങളുടെ യോഗ്യതയല്ല, അവിടുത്തെ കൃപയാണ്. അവിടുന്ന് ഞങ്ങൾക്കത് തന്നത് അവിടുത്തെ സഭയെ പണിയാനാണ്. സഭയിൽ ഓരോരുത്തരും യേശുവിനെ പോലെ ആയിത്തീരുന്ന ആ ആത്മീക പക്വതയിലേക്ക് ഓരോ ദിവസവും വളരുവാൻ, അവരെ വളർത്തുവാനാണ് അവിടുന്ന് കൃപാവരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ വിശ്വസ്തരായിട്ട് അതിനു വേണ്ടി മാത്രം വിനിയോഗിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് സഹായിക്കണം. ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് കരം പിടിച്ച് നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.